ഗൈസ്, ഞാൻ നല്ല കുട്ടി എൻ്റെ വീട്ടിൽ പണിയൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ, നല്ല കുട്ടി എന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം. ബട്ട് ഞാൻ ഒന്നും പറയാം, നല്ല കുട്ടിയെ പണിയൊക്കെ എടുത്തോണ്ടിരിക്കാൻ എൻ്റെ കൂട്ടുകാരി എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ നിന്നെ കാണാൻ വരട്ടേന്ന്. കമ്മോൺ എന്ന റിപ്ലൈ കൊടുത്തു. ഞാൻ വീണ്ടും പണിയെടുത്തോണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ വീട്ടിന് മുന്നിൽ സ്കൂട്ടി വന്ന് നിൽക്കുന്നു. ആരാന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോ അതെന്റെ അപ്പു ആയിരുന്നു ഗൈസ്. കമ്മോൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ഓടി ഇറങ്ങി പോന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അവൾ വന്ന് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ച് എന്നത്തെയും പോലെ യാതൊരു മാറ്റവും വരുത്താതെ ചായ കുടിക്കാൻ പോകാം എന്നുള്ളതിലേക്ക് തന്നെ ഞങ്ങൾ എത്തിച്ചേർന്നു. അത് വരുന്നത് അടിപൊളി ക്ലിയർ ആയി നിന്ന സ്കൈ ആയിരുന്നു. ഞങ്ങൾ ഇത് ഇറങ്ങിയ നേരത്ത് ഇരുണ്ട് മഴപ്പോ പെയ്യുന്നുള്ള അവസ്ഥയിലാണ്. ബട്ട് നമുക്കതൊരു പ്രശ്നമല്ലല്ലോ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. അത് സാഹസികമായി മഴ പെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ നടത്തി വണ്ടി മേലെ നിർത്തി ഞങ്ങൾ താഴേക്ക് നടന്നു പോയി. ഇങ്ങനെ ചായ കുടിക്കാൻ പോയി. നമ്മൾ ചായയൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്നല്ലോ. അപ്പോൾ ചായ കുടിക്കാൻ പോയിട്ട് ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തിരിക്കില്ല എന്ന് പറയും. ബട്ട് ഞാൻ ചായയിൽ ഓർഡർ ചെയ്ത്, ഞാൻ ഹോർലിക്സ് ഓർഡർ ചെയ്ത്, കാരണം ഞാൻ ചായ കുടിക്കില്ല. നമ്മൾ ചായയിൽ ഓർഡർ പൈസ ഒക്കെ ഓർഡർ ചെയ്ത് നമ്മൾ അവിടെ രണ്ടുപേരും അവിടെ ഇരിക്കുമ്പോൾ കൂടെ നമ്മൾ അവിടെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കണ്ടു. ആരിനെയും നമ്മൾ കണ്ടേ. എത്രയോ പേരുടെ കൃഷിയാന്ന് പറയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വന്തം ആദർശമായിട്ട് ഇവൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞങ്ങൾ കണ്ടു എന്ന് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ബട്ട് അല്ല, ഇവനെ ഞങ്ങൾ വിളിച്ചത് കൊണ്ട് ഇവൻ വന്നതാണ്. നല്ല ഓർഡർ പ്രൈസ് ഒക്കെ വന്നത് ഞാൻ തിന്നിട്ടേ വെച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ടിനാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്തിനോടും എൻ്റെ സഹപാഠിയുമായ ആദർശിനോട് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഇവൻ വീഡിയോ എടുക്കാൻ എൻ്റെ അണ്ണാക്കിലോട്ട് കൊണ്ടുവന്നു. നീ എന്തിനാണ് എൻ്റെ അണ്ണാക്കിലോട്ട് കൊണ്ട് എടുക്കുന്നത് വെച്ചപ്പോൾ ഞാൻ ഇവരുടെ അണ്ണാക്കിലോട്ട് പോയി. അത് നമുക്ക് വലിയ കുഴപ്പമില്ല, ഉള്ള അണ്ണാക്കി പോയി. നോർമലി ഞങ്ങൾക്ക് ഇത്ര ശാന്തമായും സമാധാനമായും ഒന്നും ഈ ഓർഡർ പ്രൈസ് കഴിക്കാൻ പറ്റാറില്ല. ഈ ഇരിക്കുന്നവന് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ടും ഡയറ്റിലായതുകൊണ്ടും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ബാക്കി അംഗങ്ങളില്ലാത്തത് കൊണ്ടുമാണ് ഇത് ഇത്ര ശാന്തമായും സമാധാനമായി ഞങ്ങൾ കഴിക്കുക. അല്ലെങ്കിൽ അവിടെ ഒരു യുദ്ധമാണ് ഉണ്ടാവാറുള്ളത്, യുദ്ധം. പിന്നെ ഒരു കോമഡി എന്താ വെച്ചാൽ ഇവള് കഴിക്കുന്ന ഫോക്കിന്റെ ഒരു ടീത്ത് കാണാനല്ല. ഇത് ഇവൾക്ക് കഴിച്ചതാണോ അതോ ഇതിൽ പറ്റി ഞാൻ കഴിച്ചതാണോ അതോ അവർ തന്നപ്പോഴേ ഇതില്ലേന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറെ നേരം അവർ സംസാരിച്ച് കേട്ടു. ഞങ്ങൾ കമ്പനി തരാൻ വേണ്ടി ഇവനൊരു ബ്ലാക്ക് കോഫി ഓർഡർ ചെയ്തിട്ട് അത് കിട്ടാൻ ഒരുപാട് ടൈം ഞങ്ങൾ കഴിഞ്ഞും അവന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് സാർമാരെ കണ്ടിട്ടുണ്ടാകും. ആ ക്ലിപ്പൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ ക്ലിപ്പൊന്നും എനിക്കില്ല. സംഭവം ഇവനും ഇപ്പോൾ കോൺടെന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ എനിക്ക് പഠിപ്പിച്ചു തരാം എങ്ങനെ ഞാൻ കോൺടെന്റ് ക്രിയേഷൻ ചെയ്യണം, എങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കണം എന്നൊക്കെ ഇവൻ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ അവനും ബായി പറഞ്ഞു നമ്മൾ സ്കൂട്ടി എടുത്ത് നമ്മൾ അങ്ങനെ രണ്ടുപേരും പോകുന്നു. അങ്ങനെ എന്നെ എൻ്റെ വീട്ടിലും കൊടുന്നിറക്കി എൻ്റെ കൂട്ടുകാരി പോയി. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ വരുന്നവർക്കും ബൈ.